രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം, രാമൻ ബാലിയെ കൊല്ലും എന്ന പ്രതിജ്ഞ ചെയ്യുന്നു. രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കാൻ സുഗ്രീവനും പ്രതിജ്ഞ ചെയ്യുന്നു. രാമനെ ആശ്വസിപ്പിക്കുന്നതും ബാലിവധത്തിനായിക്കൊണ്ട് രാമൻ പ്രതിജ്ഞ ചെയ്യുന്നതും ആയ ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് സുഗ്രീവനും രാമനും ആലിംഗനം ചെയ്തു. ഹനുമാൻ അതിനുവേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന തീക്ഷണങ്ങളായ വിഷസർപ്പങ്ങളെ പോലെയുള്ള അസ്ത്രം ബാലിയുടെ മാറിൽ തറഞ്ഞു കയറുന്നൊരു സുഗ്രീവ, അധികം താമസം വിനാ നീ കാണും. ഇത്തരം മധുരമായിട്ടുള്ള തോന്നി ഈ വാക്കുകളുടെ മധുരമൊക്കെ ഓരോരുത്തരുടെ മനോഭാവത്തിനനുസരിച്ചിട്ടാണ്. ബാലി ഇത് കേട്ടാലോ മധുരാവില്ല അല്ലേ? പക്ഷേ സുഗ്രീവനെ സംബന്ധിച്ചത് മധുരമായിരുന്നു. കാരണം തൻ്റെ ശത്രു നശിക്കുകയാണ്. സാധു വളരെ നല്ലത്, വളരെ നല്ലത്. സാധിജ പ്രവീൺ, നന്നായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. അപ്പം അവിടെയൊക്കെ ഈ രാമൻ ഈശ്വരൻ തന്നെയാണ് എന്ന് തന്നെയാണ് സുഗ്രീവൻ കണ്ടെത്തുന്നത്, മനുഷ്യനായിട്ടൊന്നുമല്ല. രാമ, അങ്ങയെ മിത്രമായിട്ട് കിട്ടിയതും കൂടി എൻ്റെ ഒരു ഭാഗ്യമാണ്. ശത്രുവിനെ ജയിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അങ്ങയെപ്പോലൊരു മിത്രത്തെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. വളരെയധികം ഭാഗ്യമുള്ളവർക്ക് നല്ലൊരു പങ്കാളിയെ ജീവിതത്തിൽ കിട്ടുള്ളൂ. അതുപോലെ നല്ലൊരു സ്നേഹിതനെ കിട്ടുള്ളൂ. തനിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളതായ ഒരു തോഴൻ അല്ലെങ്കിൽ സുഹൃത്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതൊരു ഭാഗ്യമാണ്. അഗ്നിസാക്ഷിയായിട്ട് കരം ഗ്രഹിച്ച ഉറ്റമിത്രമാണ് അങ്ങ് എന്ന് പറയുകയാണ് സുഗ്രീവൻ. സത്യമായിട്ടും അങ്ങേക്ക് ഉപകാരം ചെയ്യാൻ എന്നാൽ കഴിയുന്നത് ചെയ്യാമെന്ന് ഞാനും ഇതാ ശപഥം ചെയ്യുന്നു. പിന്നീട് സുഗ്രീവൻ തൻ്റെ കഥകൾ പറയാൻ തുടങ്ങുകയാണ്. സത്യമായിട്ടും രാമ, ഞാൻ വളരെയേറെ ദുഃഖിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ കുറേ ഉപദേശങ്ങൾ സുഗ്രീവൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് രാമനെ. ആരാ വിഷമിച്ചാൽ അവർക്ക് ഉപദേശം കൊടുക്കുക. സുഗ്രീവന് വിഷമമില്ലാഞ്ഞിട്ടല്ല. അവിടെ അങ്ങ് ദുഃഖിക്കുകയോ ധൈര്യം ഇല്ലാതിരിക്കുകയോ ചെയ്യരുത്. അധൈര്യം അവലംബിച്ച് ദുഃഖിച്ചിരുന്നാൽ പ്രവൃത്തി പഥത്തിൽ നമ്മൾ മുന്നേറാൻ പറ്റില്ല. മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സീതയെ വീണ്ടെടുക്കാൻ പറ്റില്ല. അവിടെ തീർച്ചയായിട്ടും അങ്ങ് ധൈര്യത്തെ അവലംബിക്കണം. അങ്ങേപ്പോലുള്ളൊരു മഹാത്മാവിനെ ഇങ്ങനെ ദുഃഖിക്കുന്നത് ഭൂഷണമല്ല, ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുത്തു. ഉപദേശിക്കുകയല്ല എന്നും പറഞ്ഞാൽ ഉപദേശിക്കുകയല്ല, ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ചെറുതായിട്ടൊരു ബാധ്യതയുണ്ടല്ലോ രാമ, അതുകൊണ്ട് ധൈര്യത്തെ അവലംബിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹനുമാൻ മുതലായിട്ടുള്ളവർ പറഞ്ഞതനുസരിച്ചാണ് സുഗ്രീവൻ പറയുകയാണ്, എനിക്ക് ഈ സീത അപഹർത്താവിനെ കുറിച്ച് അറിയുന്നത്, ശരിക്ക് അറിയില്ല. എന്തായാലും എൻ്റെ പത്നിയായിട്ടുള്ള രുമയെ ബാലി അപഹരിച്ച് അനുഭവിക്കുന്നതിൽ ഞാൻ വളരെ ദുഃഖിതനാണ്. എന്നും ഈ ബാലി എന്നെ വധിക്കാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പലരെ എൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. യത്നവാംശുഷ്ടാത്മാ മത് വിനാശായ രാഘവ, എന്നെ നശിപ്പിക്കാനായിക്കൊണ്ട് പലരെയും ആ ദുഷ്ടാത്മാവായിട്ടുള്ള ബാലി അയച്ചിട്ടുണ്ട് രാമ. ബഹുശ സ്ഥൽ പ്രയുക്താശ വാനരാ നിഹതാമയ, അങ്ങനെയുള്ള ഒരുപാട് വാനരന്മാരെ ഞാൻ വധിച്ചു. കാരണം എന്നെ വധിക്കാൻ വേണ്ടി വന്നവരെ നോക്കി നിന്നാൽ അവരെന്നെ വധിക്കില്ലേ? അതുകൊണ്ട് ഞാൻ അവരെ വധിച്ചിട്ടുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെയേറെ ഭയന്ന് അങ്ങയെയും ഭയന്നത് ബാലിയുടെ ചാരന്മാരാണോ എന്ന് കരുതിയിട്ട്.
ദേഹിക ഭയസ്നിഗ്ധ മാം രക്ഷന്തി സമന്തത. ഈ ഹനുമൽ പ്രഭൃതികളായിട്ടുള്ള ഇവിടെ കാണുന്നവരാണ് ഇപ്പോൾ എൻ്റെ സഹായികൾ. ഞാൻ സഞ്ചരിക്കുമ്പോൾ അവർ സഞ്ചരിക്കുന്നു, ഞാൻ നിൽക്കുമ്പോൾ അവർ നിൽക്കുന്നു. എൻ്റെ കൂടെ സദാ നേഴ് പോലെ ഉള്ള ഇവർ പഞ്ചമാനന്മാരാണ് എനിക്കിപ്പോൾ ആശ്രയം. അങ്ങനെ ആ ജ്യേഷ്ഠനായിട്ടുള്ള ബാലി എൻ്റെ ശത്രുവായതിൽ ഞാൻ വളരെയേറെ ദുഃഖിക്കുന്നു. അവൻ്റെ നാശം ആശ്രയിച്ചാണ് ഇനിയുള്ള എൻ്റെ ജീവിതം നിലനിൽക്കുന്നത്. ജീവിതം എന്നല്ല, ജീവൻ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് രാമ, അവൻ്റെ വധം എൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായി തീർന്നിരിക്കുന്നു. അല്ലെങ്കിലും അവൻ എന്നെ കൊല്ലും, ഉറപ്പാണ്. അപ്പം അവൻ എന്നെ കൊല്ലും എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അവൻ്റെ നാശം എൻ്റെ ആവശ്യമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങാണ് എനിക്ക് ആശ്രയം. എപ്രകാരമായാൽ എനിക്ക് ഭയം ഇല്ലാതെ ഇരിക്കുമോ അപ്രകാരം അങ്ങ് ചെയ്യണമേ. രാമ, ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വൈരകാരണം അങ്ങ് കേൾക്കണം. അതിനും ഒരു കഥയുണ്ട്. ബാലി എന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങളുടെ പിതാവിന് അഭിമതനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വളരെ സ്നേഹത്തിലും ആയിരുന്നു. അച്ഛൻ അന്തരിച്ച സമയത്ത് ബാലിയാണ് മൂത്താള് രാജാവാക്കി. ഞാനോ ഒരു സേവകനെ പോലെ ഏട്ടനെ കണ്ട് സേവകനായി വർത്തിക്കുകയും ചെയ്തു. എന്ത് ജ്യേഷ്ഠൻ പറഞ്ഞു അതിലപ്പുറം പോവാതെ ഏട്ടനെ അനുസരിച്ച് കൊണ്ട് ഉള്ള ഒരാളായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുന്ദുബി എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസൻ. അവൻ്റെ പുത്രനാണ് മായാവി, മയൻ എന്നും പറയും. ഈ മയൻ മായാപ്രയോഗങ്ങൾ പലതും അറിയുന്നവനാണ്, മഹാശക്തനും ആണ്. അപ്പോൾ ഒരു പ്രത്യേക കാരണത്താൽ ഏട്ടനും അവനും കൂടി ഇടഞ്ഞു. ഒരു സ്ത്രീ സംബന്ധമായ വിഷയമാണെന്ന് ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നു, തേന തസ്യ മഹാവൈരം സ്ത്രീകൃതം വിശ്രുതം പുര. സ്ത്രീകൃതം, ഒരു സ്ത്രീ മൂലം ഉണ്ടായിട്ടുള്ളൊരു ശത്രുത. ആ കഥ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. കനകം മൂലം കാമിനി മൂലം എന്നാണല്ലോ. കലഹം പലവിധം, അതുറപ്പാണ്. അപ്പോൾ ഇവിടെ സ്ത്രീയാണ് കാരണമായത് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ, കഥ ഇവിടെ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഏട്ടനും ദുന്ദുബിയും കൂടി ശത്രുക്കളായി. ദുന്ദുബിയല്ല, മയാസുരനും ദുന്ദുബിയും കൂടിയിട്ട് മായാവി എന്നും പറയും, ശത്രുക്കളായി. അങ്ങനെ രാമ, ഒരു ദിവസം രാത്രി എൻ്റെ ജ്യേഷ്ഠൻ്റെ രാജധാനിയുടെ വാതിൽക്കൽ കവാടത്തിൽ വന്ന് ഈ മയൻ ഉറക്ക അലറി ശബ്ദമുണ്ടാക്കി. ജ്യേഷ്ഠനെ പോരിന് വിളിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തു പോവാ, എന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്രകാരമൊക്കെ ഉള്ള വാക്കാണല്ലോ ശത്രുക്കൾ പറയുക. അങ്ങനെ എൻ്റെ ഏട്ടനെ പോരിന് വിളിച്ചതായിട്ട് സമയത്ത് ഏട്ടനെ കണ്ടു നിൽക്കുക സ്വഭാവം പണ്ടേ ഇല്ല. എന്നാൽ ഇവൻ്റെ അഹങ്കാരം തീർത്തിട്ട് തന്നെ വേറെ കാര്യം എന്നങ്ങനെ പറഞ്ഞ് ഞങ്ങളൊക്കെ തടഞ്ഞു. മായാവി ശക്തനാണ് ഏട്ടാ, ഒറ്റയ്ക്ക് പോവണ്ട, ചിലയ്ക്ക് അങ്ങേക്ക് ജീവഹാനി നേരിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞപ്പോൾ ഞങ്ങളിനെ തടഞ്ഞു മാറ്റി, കൊതറി മാറി ഏട്ടൻ മായാവിയെ എതിരിടാൻ പോയി. കുറച്ച് ഏട്ടൻ്റെ പരാക്രമം കണ്ടപ്പോൾ അവൻ ഓടി ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു. അതിലേക്ക് പ്രവേശിച്ചിട്ട് ബാലിയെ കൊല്ലാം എന്ന് വിചാരിച്ചിട്ടാവാം, ചിലപ്പോൾ നിശ്ചല്യ. ഗുഹയ്ക്കകത്താവുമ്പോൾ ആരും സഹായത്തിന് വരില്ലല്ലോ എന്ന് കരുതിയിട്ടാണോ എന്ന് അറിയില്ല. ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചു. പ്രവിവേശ അസുരോ വേഗാത് ആവാമാസാദ്യവിഷ്ടിതൗ. അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്ത് കാവൽക്കാരനായിട്ട് നിന്നു. നീ ഇവിടെ നിന്നാൽ മതി, അകത്തേക്ക് വരണ്ട എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. ജ്യേഷ്ഠൻ്റെ വാക്കിനെ ശിരസ വഹിച്ചുകൊണ്ട് ഞാൻ പുറത്ത് നിന്നു. അപ്പോൾ പാല് പുറത്തേക്ക് വന്നാൽ ബാലി ജയിച്ചു എന്നും ചോര പുറത്തേക്ക് വന്നാലോ ജ്യേഷ്ഠൻ മരിച്ചു എന്നും കല്ലിട്ടടച്ച അസുരനെ തടയണമെന്നൊക്കെ അധ്യാത്മരാമായണത്തിൽ കാണാം. എന്നിട്ട് മായ കൊണ്ട് ചോര അസുരൻ പുറത്തേക്ക് വരുത്തിയതാണ്. പക്ഷെ സത്യത്തിൽ ബാലി മരിച്ചിട്ടില്ല എന്നൊക്കെ. പക്ഷെ ഇതൊന്നും ഇവിടെ അങ്ങനെയൊന്നും പറയണമെന്നില്ല കേട്ടോ. ആ ഒരു വൃത്താന്തങ്ങളല്ല ഇവിടെ പറയണത്. ഇവിടെ വെറുതെ ചോര പതഞ്ഞ് പുറത്തേക്ക് വരുന്നത് കണ്ടു എന്ന് മാത്രമേ പറയുള്ളൂ. ചോര വരുന്നത് കണ്ടു, പാലാണോ വരുന്നതെങ്കിൽ എന്നുള്ളതൊന്നും ഇവിടെ പറയണില്ല.
അത് ബാലി മരിച്ചതാണ് എന്ന് ഞാൻ വിചാരിച്ചു. ഏട്ടൻ്റെ മരണമാണ്, അതുകൊണ്ടാണ് ഈ ചോര വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഈ അസുരൻ്റെ നിലവിളി ഗുഹയിൽ കേട്ടിരുന്നു. ഏട്ടൻ്റെ നിലവിളി കേട്ടതുമില്ല. അപ്പോൾ ഏട്ടൻ മരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്ന ശബ്ദം കേൾക്കാത്തത് എന്ന് കരുതി 1 വർഷത്തോളം ഞാൻ അവിടെ കാത്തു നിന്നു. ഈ ചോര കണ്ടപ്പോൾ എനിക്ക് ശങ്കയുണ്ടായി, ചേട്ടന് വല്ലതും സംഭവിച്ചേക്കുമോ. തീർച്ചയായിട്ടും അത് അങ്ങനെ ആവണം എന്ന് കരുതി ഒരു കല്ല് എടുത്തിട്ട് ആ ഗുഹാമുഖം അടച്ച് ഞാൻ പോരുകയും ചെയ്തു. അങ്ങനെ ഇവിടെ വന്നതായിട്ട് സമയത്ത് എല്ലാ വാനരന്മാരും കൂടിയിട്ട് എന്നെ അഭിഷേകം ചെയ്തു. അഭിഷിക്തം തുമാം ദൃഷ്ടുവാ ബാലി സംരക്തലോചന. ഞാൻ രാജാവായി, ജനങ്ങൾ രാജ്യം അരാജകത്വം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി എന്നെ രാജാവാക്കി. ഇത് കണ്ടുകൊണ്ടാണ് ബാലി വരുന്നത്. അതീവ ക്രുദ്ധനായി എന്നെ കൊന്ന് സ്ഥാനത്തിരിക്കാൻ ധൃതിയായി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഭർഷിച്ചു. പക്ഷേ രാമ, ഞാൻ എൻ്റെ സ്ഥാനം അപ്പം തന്നെ തിരിച്ചു കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, നാഥനില്ലാത്ത എനിക്ക് അങ്ങ് മാത്രമാണ് ജ്യേഷ്ഠ നാഥൻ. ഞാനൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഏട്ടൻ മരിച്ചിട്ടുണ്ടാവും, 1 കൊല്ലം കാത്തു നിന്നു, മരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി ഇവരൊക്കെ എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതാണ്. എൻ്റെ ഇഷ്ടപ്രകാരം ഒരു ധൃതിയോ അതിൽ ഞാൻ കാണിച്ചിട്ടില്ല. അവർ എനിക്ക് നൽകിയ വെൺകൊറ്റക്കുട, കിരീടം എല്ലാം ഏട്ടാ, ഞാനിതാ ഏട്ടന് സമർപ്പിക്കുന്നു. എനിക്കെന്തിനാണ് ഏട്ടനിരിക്കേ രാജ്യം? അങ്ങനൊരു ദുരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ദയവായിട്ട് എന്നെ വിശ്വസിച്ചാലും. അത് സ്വീകരിക്കുക ബാലിക്ക് വേണ്ടിയിരുന്നുള്ളൂ. സുഗ്രീവനെ പോലൊരു അനുജനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണ്ടേ? വിശ്വസിച്ചാൽ ചതിക്കില്ല സുഗ്രീവൻ. അത് ബാലിയാണെങ്കിലും ചതിക്കില്ല. അന്ന് വളരെ ലോകിയാണ്. അപ്പോൾ അതിലഭിമാനിച്ച് തൻ്റെ അനുജനെ വിശ്വസിക്കാത്തതാണ് ബാലി ചെയ്ത തെറ്റ് എന്നാണ് ചിലർ പറഞ്ഞത്. ശരിക്ക് ബാലിയെ കൊന്നതിന് ബാലി കുറേ ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനാണ് എന്നെ കൊന്നത്? സീതയെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുമായിരുന്നല്ലോ. ലങ്കയോടുകൂടി ഇവിടെ കൊടുന്ന് അങ്ങയുടെ കാക്കിൽ കെട്ടി രാവണനെ ഇടാൻ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല എന്ന് പറയേണ്ട ബാലി. അങ്ങയോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പിന്നെ എന്തിനാണ് എന്നെ കൊന്നത്? പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. പക്ഷേ അനിയനോട് ചെയ്ത തെറ്റുണ്ട്, രാമനോട് തെറ്റ് ചെയ്തില്ല. അത് മാത്രമാണോ തെറ്റ്? സ്വന്തം അനുജൻ ശരീരത്യാഗം ചെയ്യാൻ കൂടി തയ്യാറായിട്ട് നിൽക്കുക. ഏട്ടാ, ഈ കിരീടം സ്വീകരിക്കൂ, ഈ വെങ്കറ്റക്കുട സ്വീകരിക്കൂ, ഈ രാജസ്ഥാനം അങ്ങടേതാണ്, അങ്ങുള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനൊരു കാര്യം കൊണ്ടിതാ ഞാൻ താൽക്കാലിക ആരോഹണം ചെയ്തു എന്നേ ഉള്ളൂ. അത് കേൾക്കല്ലേ വേണ്ടൂ. പക്ഷേ കേട്ടില്ല. വധിക്കാൻ വന്നു. ഞാൻ ജീവനും കൊണ്ട് ഓടി. രാമ, എത്ര സത്യം പറഞ്ഞിട്ടും ജ്യേഷ്ഠൻ, എനിക്ക് വേണമെങ്കിൽ ആ സ്ഥാനത്തിരുന്നിട്ട് അന്ന് ഏട്ടനെ കൊല്ലാമായിരുന്നു. ഞാൻ രാജാവാണല്ലോ. ആ സമയത്ത് ഇവനെ കൊല്ലുക എന്ന് പറയുകയോ എനിക്ക് കൊല്ലുകയോ ചെയ്യാമായിരുന്നു. പക്ഷേ ഏട്ടൻ എന്ന സ്നേഹം കാരണം ഞാനത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൊല്ലാതിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് അന്നേ കൊല്ലാമായിരുന്നു. നിഗ്രഹേപി സമർത്ഥസ്യ തം പാപം പ്രതി രാഘവ ന പ്രാവർത്തത മേ ബുദ്ധിർ ഭ്രാതൃ ഗൗരവയന്ത്രിത. ഭ്രാതാവ് അല്ലെങ്കിൽ സഹോദരൻ എന്ന സ്നേഹത്താൽ ഞാൻ കൊന്നില്ല. അല്ലെങ്കിൽ എനിക്ക് അപ്പോൾ വേണമെങ്കിൽ വാളെടുത്ത് ഞാൻ രാജാവായിരിക്കുമ്പോൾ കൊല്ലാമായിരുന്നു. പക്ഷേ ഞാൻ ഏട്ടനെ വിചാരിച്ച പോലെ ഏട്ടൻ എന്നെ തിരിച്ച് വിചാരിച്ചില്ല. അതാണ് ബാലി ചെയ്ത തെറ്റ്. വിശ്വസിക്കാവുന്നവരെ അവിശ്വസിക്കരുത് ഒരിക്കലും. അത് വലിയൊരു വഞ്ചനയാണ്. അതിനുള്ള കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓരോ നിമിഷവും സുഗ്രീവനെ കൊല്ലാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് രാമ, വളരെയേറെ ദുഃഖിച്ചാണ് ഞാൻ ഇപ്പോൾ കഴിയുന്നത്. അങ്ങേ കണ്ടപ്പോൾ ഭയന്നതും അതുകൊണ്ടാണ്. ഏട്ടൻ്റെ ചാരന്മാരാണോ എന്ന് ഞാൻ കരുതി ഭയന്നതിനും ഉള്ള കാരണം ഇതാണ്. അങ്ങനെ നഗരത്തിൽ വന്നിട്ട് എവിടെയാണോ ബാലിക്ക്
കയറാൻ പറ്റാത്തത് അവിടെയായ ബാലി കയറാമല എന്ന് പറയപ്പെടുന്ന ഋഷ്യമൂക എന്ന ഗിരിവരത്തിൽ ഞാൻ എത്തിച്ചേർന്നതാണ്. ഇതാണ് എൻ്റെ ചരിത്രം. എൻ്റെ പത്നിയായിരുന്ന രുമയെപ്പോലും ആ ദുഷ്ടൻ അപഹരിച്ചു എനിക്ക് തന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ലാതെ കഴിയുകയായിരുന്നു. ആ രുമയെ പത്നിയാക്കി വെച്ചിരിക്കുന്നു ജ്യേഷ്ഠൻ. അത്ര ക്രൂരത എന്നോട് ചെയ്തു. ഉടുത്ത വസ്ത്രത്തോടു കൂടി എന്നെ ആട്ടിപ്പുറത്താക്കി. ഒന്നും എനിക്ക് തന്നില്ല. അങ്ങനെ എന്നെ കൊല്ലാൻ തക്കം നോക്കി. അപ്പോൾ ദുന്ദുബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനെ വധിച്ച ആ ശവശരീരം മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ഇട്ടപ്പോൾ അദ്ദേഹം ശപിച്ചു, ഈ ശരീരം ഇവിടെ ഇട്ടവൻ ആരോ അവൻ ഇവിടെ വന്നാൽ തല പൊട്ടിത്തെറിച്ച് പോകും ഋഷമൂകാചലത്തിൽ. ബാലിയാണ് ദുന്ദുബിയെ കൊന്നത്. അതുകൊണ്ട് ബാലിക്ക് എവിടെ വരാൻ പറ്റില്ല? ഇവിടെ മാത്രം, ഋഷമൂകാചലത്തിൽ മാത്രം വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാമ ഞങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ഇവിടെ അവൻ വന്നാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൊണ്ട് അവനിങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ രീതിയിലും അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ രാമൻ പറഞ്ഞു, എന്നെ പോലെ പത്നി അപഹരിക്കപ്പെട്ട ദുഃഖം നിനക്കുമുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ആത്മാനുമാനാൽ പശ്യാമി മഗ്നം ത്വാം ശോകസാഗരേ. ശോകസാഗരത്തിൽ മുങ്ങിയതായിട്ട് ഞാൻ ഇതാ കാണുന്നു. ത്വാമഹം താരയിഷ്യാമി കാമം പ്രാപ്സ്യാസി പുഷ്കലം. എന്താഗ്രഹിച്ചു അത് സാധിപ്പിച്ച് അധികം താമസിയാതെ നിനക്ക് ആ ബാലിയിൽ നിന്ന് എന്നേക്കുമായിട്ട് മുക്തി ഞാൻ നൽകുന്നുണ്ട്. ആ ബാലിയുടെ ജീവിതം ഇനി എണ്ണപ്പെട്ടിരിക്കുന്നു. ഏതുവരേക്ക് എൻ്റെ പൊന്ന് കെട്ടിയ ആ ശരങ്ങൾ ബാലിയുടെ മാറിൽ തറച്ചു കയറുന്നുവോ അതുവരെ മാത്രമേ ബാലിക്ക് ജീവിതമുള്ളൂ എന്ന് നീ കരുതിക്കോ. ഏകദേശം ബാലി മരിച്ചു എന്ന് തന്നെ നിനക്ക് കരുതാം. കാരണം അതിനിനി അധികം സാമേന നിൻ്റെ സർവാഭീഷ്ടങ്ങളും സാധിക്കും. തസ്യ തത്വചനം ശുദ്ധ്വാ രാഘവസ്യാത്മനോഹിതം സുഗ്രീവ പരമപ്രീത സുമഹദ്വാക്യമബ്രവീത്. ആ രാഘവൻ്റെ തനിക്ക് ഇഷ്ടമായിരിക്കുന്ന ഹിതമായ വാക്കുകൾ കേട്ട് ആനന്ദക്കണ്ണീർ പൊഴിച്ച് മേലിൽ പറയുന്നതായ വാക്കുകൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ബാലിക്ക് അവിടെ കയറാൻ പറ്റാത്തത് എന്ന ദുന്ദുബിയുടെ ആ മരണവൃത്താന്തം അടുത്ത സർഗത്തിൽ പറയാൻ പോവുകയാണ്. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്രധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം ഏതദ്യരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.